ഓൾ ഓഫ് യു നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലെ ബ്ലോക്ക് 2 യൂണിറ്റ് 1 ആണ്, സിഗ്നിഫിക്കൻസ് ഓഫ് ട്രാവലോഗ്സ്. മറ്റ് ബ്ലോക്ക് ഇതിൻ്റെ മുന്നത്തെ ബ്ലോക്ക് 1 2 ചാപ്റ്റേഴ്സ് നമ്മളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ പ്ലേ ചെയ്യാം കേട്ടോ. ഇനി ട്രാവലോഗ് എന്താണ്, ട്രാവലോഗിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഏതൊക്കെ ടൈപ്സ് ട്രാവലോഗ്സ് ഉണ്ട്, അതേപോലെ ഫസ്റ്റ് ട്രാവലോഗ് ഏതാണ്, ട്രാവലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഏരിയയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഏരിയാസ് ഉണ്ട്. അതല്ലാതെ കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യാത്രാ വിവരണങ്ങൾ, അങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. അതിൽ കൂടുതൽ നിങ്ങളും പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. അത് നമ്മൾ എന്താ പറയുക, ബൈഹാർട്ട് ചെയ്യാനുള്ള പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു നോട്ട് എടുത്തിട്ട് ഈ ബൈഹാർട്ട് ചെയ്യാനുള്ള പോയിൻറ്റ്സ് അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യാനുള്ള ബുക്സിൻ്റെ പേരൊക്കെ വരും. അപ്പോൾ അതൊക്കെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് എടുത്ത് തയ്യാറായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ട്രാവലോഗ്. ട്രാവലോഗ് എന്താണ്? റിട്ടൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പോക്കൺ ആയിട്ടുള്ള അക്കൗണ്ട് ഓഫ് പേഴ്സൺസ് ട്രാവൽ എക്സ്പീരിയൻസസ്. അതായത് ഒരാൾ യാത്ര ചെയ്തിട്ട് അയാൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ അയാൾ വർണ്ണിക്കില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ട്രാവലോഗ് എന്ന് പറയുക. അത് ഒരു പക്ഷേ നമുക്ക് പറഞ്ഞു തരലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്സായിട്ട് ഇറക്കണതാവാം, റിട്ടൺ ആവാം അല്ലെങ്കിൽ സ്പോക്കൺ ആവാം. രണ്ടായാലും നമ്മളിതിന് എന്ത് പറയും, ട്രാവലോഗ് എന്ന് പറയും. അപ്പോൾ ട്രാവലോഗ് എന്ന് പറയുന്നത് റിട്ടൺ അല്ലെങ്കിൽ സ്പോക്കൺ അക്കൗണ്ട് ഓഫ് എ പേഴ്സൺസ് ട്രാവൽ എക്സ്പീരിയൻസസ്. ഓക്കെ, ഇനി വേർഡ് ഡിറൈവ്ഡ് ഫ്രം. അപ്പോൾ ഈ ട്രാവലോഗ് എന്നുള്ള വേർഡ് എന്തിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്? അത് ചിലപ്പോൾ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നുമില്ല, ട്രാവൽ പ്ലസ് മോണോലോഗ്. ഒരാൾ എഴുതുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യമല്ലേ. അപ്പോൾ ട്രാവൽ പ്ലസ് മോണോലോഗ് എന്നതിൽ നിന്നാണ് ഈ ഒരു ട്രാവലോഗ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ആ ഒരു വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് എന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ഈ ട്രാവലോഗിൽ എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യണത്? ഇപ്പോൾ ഒരു യാത്രാ വിവരണം നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ നമ്മൾ ഈ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിലൊക്കെ നമ്മൾ എന്താ എഴുതുക, നമ്മൾ അവിടെ പോയിട്ട് എന്തൊക്കെ കണ്ടു, എന്തൊക്കെ എക്സ്പീരിയൻസ് നമുക്കുണ്ടായി, അവിടെ പോയപ്പോൾ എന്തൊക്കെ ചിന്തകൾ നമ്മിൽ ഉണർന്നു, അതേപോലെ എന്തൊക്കെ ഫീലിങ്സ് നമുക്കുണ്ടായി, അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിനി എന്തൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യാത്രാ വിവരണത്തിൽ എഴുതാം അല്ലേ. അതേ സെയിം കാര്യം തന്നെ ആണ് ഇവിടെയും പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത്. നോക്കി, പ്ലേസസ്, സീൻ, കണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, എക്സ്പീരിയൻസസ് ഏതൊക്കെയാണ്, തോട്ട്സ്, അവിടെ എത്തിയപ്പെട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാണ്, അതേപോലെ അവിടെ എത്തിയിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ്. ഇപ്പോൾ അത്രയും കുളിർമയേകുന്ന കാഴ്ചയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ വർണ്ണിക്കില്ല. അതൊക്കെ നമ്മുടെ എന്താണ്, ഫീലിങ്സ് ആണ്, അല്ലെങ്കിൽ ആ പ്ലേസിനെ പറ്റിയിട്ട് വർണ്ണിക്കുകയാണ് അല്ലേ. അതേപോലെ റിഫ്ലക്ഷൻസ്. അപ്പോൾ ഈ ഒരു വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് പിന്നെന്താണ് മനസ്സിലാക്കി എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇൻക്ലൂഡ്സ് ട്രാവലേഴ്സ് ഇന്നർ വേൾഡ് ആൻഡ് ഒബ്സർവേഷൻസ്. അതായത് ഇപ്പോൾ ഞാൻ എഴുതുന്ന യാത്രാ വിവരണം പോലെ ആയിരിക്കില്ല വേറെ ഒരാൾ എഴുതുക. അപ്പം ഞാൻ എഴുതുന്നുണ്ടെങ്കിൽ ആ സ്ഥലവുമായിട്ട് എനിക്ക് വന്ന കണക്ഷനും കൂടിയും ചേർത്തിട്ടായിരിക്കും ഞാൻ എഴുതുന്നുണ്ടാവുക. അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ യാത്രാ വിവരണം എഴുതുന്ന ആളുടെ ഉള്ളിൽ ഉണരുന്ന ആ ഒരു പുതിയൊരു ലോകമുണ്ടാവും ഈ കാഴ്ച കണ്ടതിന് ശേഷം. അപ്പോൾ ആ ഒരു വേൾഡ് കൂടി കണക്ട് ചെയ്തിട്ടാണ് നമ്മളൊരു യാത്രാ വിവരണം എഴുതുമ്പോൾ എഴുതേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ പേഴ്സ്പെക്റ്റീവിലുള്ള ചിന്തകളായിരിക്കും കൂടുതലും നമ്മൾ ഈ യാത്രാ വിവരണത്തിൽ കാണുന്നുണ്ടാവുക എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ട്രാവലേഴ്സ് ഇന്നർ വേൾഡ് എന്നുള്ളത് ഒരു കീവേഡാണ്. അതേപോലെ തന്നെ അവർ നടത്തിയിട്ടുള്ള ഒബ്സർവേഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ അത് ആ രണ്ട് വേർഡ്സും എന്ത് ചെയ്യാൻ, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ഏതൊക്കെ ട്രാവലോഗ്സ് ആണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ട്രാവലേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ എക്സാമ്പിൾസ് കൊടുത്തിട്ട് ആ എക്സാമ്പിൾസും നോട്ട് ചെയ്ത് വെക്കുക. അൽ-ബിറൂനി, ഹ്യൂൻ സാങ്, ഇബ്നു ബത്തൂട്ട, അങ്ങനെ കുറേ എക്സാമ്പിൾസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു 3 എണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചാലും മതിയാവും. അല്ലാതെ ഇന്ന ആളുടെ എന്ന് പറഞ്ഞ് ചോദിക്കില്ല, ഏതെങ്കിലും എക്സാമ്പിൾ എഴുതാനേ ചോദിക്കുള്ളൂ. അപ്പോൾ അത് ഏതെങ്കിലും ഒരു 3-4 എണ്ണം നിങ്ങൾ പഠിച്ചു വെക്കാം. ഇനി മോഡേൺ ഫോംസ് എന്തൊക്കെയാണ് ട്രാവലോഗ്സിൻ്റെ? നമ്മൾ ട്രാവൽ ബ്ലോഗ്സ് ഒക്കെ പറയില്ല, ഗായ്സ് ഞാനിവിടെ എത്തി, അല്ലെങ്കിൽ ഇന്ന കാഴ്ചയാണ് കാണുന്നത്. അതേപോലെ കുറേ സുപരിചിതമല്ലാത്ത സ്ഥലങ്ങൾ ഒക്കെ ഇങ്ങനെ ഭയങ്കര വൈറലായി മാറും അല്ലേ. ചില ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ഭയങ്കര വൈറലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ, എന്തിൻ്റെ ഒരു എഫക്റ്റിലാണ്, ഈ ഒരു ബ്ലോഗ്സിൻ്റെ ഒക്കെ എഫക്റ്റിലാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യാത്രാവിവരണത്തിൻ്റെ എഫക്റ്റിലും കൂടിയാണ് അങ്ങനെയുള്ളൊരു മാറ്റം സംഭവിച്ചിട്ടുള്ളത് എന്നും കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ,
ഇനി നോട്ട് ഓൾ ബ്ലോഗ്സ് ആർ ട്രാവലോഗ്സ്. എല്ലാ ബ്ലോഗ്സും നമ്മൾ പറഞ്ഞു ട്രാവൽ ബ്ലോഗ്സ് ഉണ്ട് എന്നുള്ളത്, പക്ഷേ എല്ലാ ബ്ലോഗ്സും എന്തല്ല, ട്രാവലോഗ്സ് അല്ല എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി മെനി ലാക്ക് ഡീറ്റെയിൽഡ് ആൻഡ് ആക്യുറേറ്റ് ഡിസ്ക്രിപ്ഷൻസ്. ഒരു ട്രാവലോഗ് ആവണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അവർ കണ്ട സ്ഥലം വർണ്ണിക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ. അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു എല്ലാ ബ്ലോഗിനെയും നമുക്ക് എന്താക്കി കണക്കാക്കാൻ പറ്റില്ല, ട്രാവലോഗ്സ് ആക്കിയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇനി കുറച്ച് ഫേമസ് ട്രാവലോഗ് ബുക്സ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള 4 ബുക്സാണ്. ആ ബുക്സ് എന്തായാലും നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതി വെക്കുക. നിങ്ങൾക്കത് ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് എഴുതി വെക്കുക നിങ്ങളുടെ നോട്ടിൽ. ഒരു 2-3 വട്ടം എഴുതിയാൽ തന്നെ നിങ്ങൾക്കതൊന്ന് ശരിയായിക്കോളും. ഓക്കെ, അപ്പോൾ ആ 4 ബുക്സിൻ്റെ പേരും നിങ്ങളൊന്ന് എഴുതി വെക്കുക. അത് ബൈഹാർട്ട് ചെയ്യാനുള്ളതാണ്, മനസ്സിലാക്കാനുള്ളതല്ല. ഓക്കെ, ഇനി ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഈ ട്രാവലോഗ്സിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ക്യാൻ ബി ബയാസ്ഡ് ആൻഡ് സബ്ജക്റ്റീവ്, ഇൻഫ്ലുവൻസ്ഡ് ബൈ ട്രാവലേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് പൊളിറ്റിക്കൽ വ്യൂസ്, മേ കണ്ടെയ്ൻ എക്സാജറേഷൻസ് ആൻഡ് ഇനാക്യുറസി. ഇതൊക്കെ പറയണത് ഒരാളിപ്പോൾ ഒരു സ്ഥലം പോയി കണ്ട് അതിൻ്റെ വിവരണം എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളോട് പറയണ സമയത്ത് ചിലപ്പോൾ കുറേ എക്സാജറേഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ അവിടെ പോയപ്പോൾ ഒരു 10 ആനയെ കണ്ടു എന്നൊക്കെ പറയില്ലേ, ചിലപ്പോൾ ഒരു ആനയൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സാജറേഷൻസ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ അയാൾ പറയുന്നുണ്ടാവുക. അപ്പോൾ അതിലെന്ത് വരും, നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പ്രോപ്പറായിട്ടുള്ളൊരു വിവരണമല്ല കിട്ടുക. കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ആക്യുറേറ്റ് ആയിട്ടുള്ളതല്ല നമുക്ക് കിട്ടുക, ഇനാക്യുറേറ്റ് ആയിട്ടുള്ളതായിരിക്കാം പലപ്പോഴും. ഈ ഒരു ആളുടെ പൊളിറ്റിക്കൽ വ്യൂസും കൂടി അനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു യാത്രാ വിവരണം എന്ന് പറയുന്നത്. പല ആൾക്കാർക്കും പല രീതിക്കുള്ള ചിന്തകളായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ ചിന്തയും ആയിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും ഈ ഒരു യാത്രാ വിവരണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതൊരു ലിമിറ്റേഷൻസ് ആയിട്ടാണ് എന്ത് ചെയ്യണത്, കണക്കാക്കണത്. ഓക്കെ, ഇനി ട്രാവലോഗ്സ് ഇൻ കേരള, ട്രാവലോഗ്സ് ഓഫ് കേരള എന്താണ്? ഈ നമ്മുടെ മലയാളത്തിൽ കുറേയധികം ട്രാവൽ റൈറ്റിംഗ് ഉണ്ട്. ഫസ്റ്റ് മലയാളം ട്രാവലോഗ് ഏതാണ്, അതേപോലെ തന്നെ ഫസ്റ്റ് പ്രിൻറ്റഡ് മലയാളം ട്രാവലോഗ് ഏതാണ്? ഇത് രണ്ടും പഠിച്ചു വെക്കണം. അത് രണ്ടും എഴുതിയിട്ടുള്ള ആൾക്കാരെയും പഠിച്ചു വെക്കണം. ഓക്കെ, ഫസ്റ്റ് മലയാളം ട്രാവലോഗ് എന്ന് പറയുന്നത് വർത്തമാന പുസ്തകമാണ്. അത് എഴുതിയിട്ടുള്ളത് ആരാണ്? പാറമേക്കൽ തോമാ കത്തനാർ. ഓക്കെ, ഇനി രണ്ടാമത്തത് ഫസ്റ്റ് പ്രിൻറ്റഡ് മലയാളം ട്രാവലോഗ്. ഫസ്റ്റ് പ്രിൻറ്റഡ് മലയാളം ട്രാവലോഗ് എന്ന് പറയുമ്പോൾ ഊർഷ്ലേം യാത്രാ വിവരണമാണ് ബൈ ഗീവർഗീസ്. ഇയർ നിങ്ങൾ ഓർത്ത് വെക്കണം എന്നില്ല, പറ്റണവരാണെന്നുണ്ടെങ്കിൽ ഓർത്ത് വെച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിങ്ങൾ ആ ഒരു ഏതാണോ ട്രാവലോഗ് അതിൻ്റെ പേരും അതേപോലെ തന്നെ അത് എഴുതിയിട്ടുള്ളത് ആരാണ് ആളുടെ പേരും മെയിനായിട്ടും ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി അതൊരു ട്രാവൽ റൈറ്റേഴ്സ്, നമുക്കറിയുന്ന ട്രാവൽ റൈറ്റേഴ്സിനെയും നമുക്ക് എഴുതാം. അതല്ല നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് നമുക്കറിയുന്ന ട്രാവൽ റൈറ്റേഴ്സ് മെയിനായിട്ടും. അടുത്ത നോട്ടബിൾ ട്രാവൽ റൈറ്റേഴ്സ് എന്നുള്ളടത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ SK പൊറ്റക്കാട്, അതേപോലെ തന്നെ MC ചാക്കോ, MT വാസുദേവൻ നായർ, അങ്ങനെ കുറച്ച് ആൾക്കാർ നമുക്കറിയുന്ന ആൾക്കാർ. അതല്ലാതെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ആൾക്കാരെയാണ്, ഇതിലും നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുണ്ടാവും, പക്ഷേ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ആൾക്കാരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ബ്ലൂ ലൈനിൽ നോട്ട് ചെയ്ത് വച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യാം, നിങ്ങളുടെ നോട്ടിലേക്ക് അത് ഒന്ന് ജസ്റ്റ് എഴുതിയെടുക്കുക കേട്ടോ. ഇനി ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഏതൊക്കെയാണ്? കാശി യാത്ര റിപ്പോർട്ട് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ലണ്ടൻ ആൻഡ് പാരീസ് ഉണ്ട്, രാമേശ്വരം ജേർണി ഉണ്ട്. ഇതും നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടാത്ത ഒരു ഏരിയാസ് ആണ് ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാണ് വേണ്ടത്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. ഓക്കെ, നോട്ടബിൾ റൈറ്റേഴ്സിനെ നമ്മൾ പറഞ്ഞു. ഇനി ട്രാവലോഗ്സ് ആൻഡ് പീരിയോഡൈസേഷൻ ഓഫ് ഹിസ്റ്ററി. ഇതിൽ മെയിനായിട്ടും നമ്മുടെ ഹിസ്റ്ററി റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഈ ഒരു ട്രാവലോഗ്സ് എന്ന് പറയുന്നത് പ്രൈമറി സോഴ്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ ആയിരിക്കും തരണുണ്ടാവുക. ഇന്ന ആൾ, ഇപ്പോൾ ഒരാൾ ഒരു സ്ഥലത്തിനെ പറ്റി വിവരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ഇൻഫോർമേഷനാണ്? ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷനാണ്. അതേപോലെ തന്നെ അതൊരു പ്രൈമറി സോഴ്സാണ്. നമുക്ക് എന്തെങ്കിലും ആ ഒരു സ്ഥലത്തിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ അത് വായിച്ചാൽ തന്നെ മതിയാവും എന്നുള്ള രീതിയിലായിരിക്കണം ഏതെന്ന് പറയണത്, ട്രാവലോഗ് എന്ന് പറയണത്. അപ്പോൾ 3 കീവേഡ്സ് ആണ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, നമ്മൾ റെഡിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് കീവേഡ്സ് ആണ്. കീവേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. സോ ആ റെഡിൽ കൊടുക്കുന്നത് മാത്രമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ,
ഇനി എന്തിനൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് നൽകും? നമ്മൾ നേരത്തെ പറഞ്ഞു എന്തൊക്കെയാണ് അവിടെ കണ്ടിട്ടുള്ള സ്ഥലങ്ങൾ, അവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതികൾ എന്തൊക്കെയാണ്, അവിടുത്തെ സാമ്പത്തികം എങ്ങനെയാണ്, അവിടുത്തെ റിലീജിയൻ എങ്ങനെയാണ്, പൊളിറ്റിക്സ് എങ്ങനെയാണ്, കൾച്ചർ എങ്ങനെയാണ്, ഇതിനെയൊക്കെ പറ്റിയിട്ട് ധാരണ നൽകുന്നതായിരിക്കണം എന്തെന്ന് പറയുന്നത്, ഒരു ട്രാവലോഗ് എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ട്രാവലോഗ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്, പിന്നെ അതിൻ്റെ എക്സാമ്പിൾസും ഒരു 2-3 ട്രാവലോഗ്സ് അല്ലെങ്കിൽ പോപ്പുലർ റൈറ്റേഴ്സിനെയും കൂടി എഴുതുക എന്നുള്ള രീതിക്ക് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി ഇമ്പോർട്ടൻറ്റ് ട്രാവൽ അക്കൗണ്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളതും ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ടോ നിങ്ങളുടെ നോട്ടിൽ ഇതൊന്ന് എഴുതി വെക്കേണ്ടതാണ് കേട്ടോ. ഇനി കോൺട്രിബ്യൂഷൻസ് ടു ഹിസ്റ്ററി. ഈ കോൺട്രിബ്യൂഷൻ ടു ഹിസ്റ്ററിയിലും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെ, അതായത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷനാണ് ഈ ഒരു ട്രാവലോഗിലൂടെ നൽകുന്നത്. അതേപോലെ തന്നെ ഒരാളുടെ അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്തേക്ക് പോണ സമയത്ത് ഒരു ഫൊറീൻ പേഴ്സ്പെക്റ്റീവ് ആണ്, ഒരു ലോക്കൽ ഹിസ്റ്ററീനെ പറ്റിയിട്ടുള്ള ഒരു പുറത്തുനിന്ന് വന്ന ആളുടെ ഒരു പേഴ്സ്പെക്റ്റീവ്, ഒരു ഫൊറീൻ പേഴ്സ്പെക്റ്റീവ് ആണ് ഈ ഒരു ട്രാവലോഗ് നൽകുന്നത് അല്ലേ. ട്രാവലോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിച്ച അല്ലെങ്കിൽ നമ്മുടെ വീടും ചുറ്റുപാടിനെയും പറ്റി എഴുതുന്നതല്ലല്ലോ. പുറത്ത് പോയി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി എന്ത് ചെയ്യാണ്, അവിടുത്തെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അവിടെ കണ്ട ആൾക്കാർ, അവിടെ കണ്ട സ്ഥലങ്ങൾ, അവിടുത്തെ എക്സ്പീരിയൻസസ്, അവിടുത്തെ ഫീലിങ്സ്, ഇതൊക്കെ ഷെയർ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഫൊറീൻ പേഴ്സ്പെക്റ്റീവ് നൽകുകയാണ്. അതേപോലെ തന്നെ അവിടെയുള്ള ആൾക്കാരുടെ ഫുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, അവരുടെ വസ്ത്രരീതി എന്തൊക്കെയാണ്, ഇൻഡിജീനസ് കൾച്ചർ, ലിവ്ലിഹുഡ്, അവരുടെ ജീവിത മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ജീവിത രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിലൂടെ പറ്റും, നമുക്ക് ട്രാവലോഗിലൂടെ പറ്റും. അതേപോലെ തന്നെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം ഈ ട്രാവലോഗിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന പോയിൻറ്റ്സ് ആണ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സ് ആണ്. പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും കിങ്സ് ആൻഡ് റെയിൻസും മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതും ഒന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ. ഇനി കുറച്ച് പോയിൻറ്റ്സ് കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്, നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിക്കുള്ള പോയിൻറ്റ്സ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടെ. യൂസ്ഫുൾ ഫോർ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ കണ്ടീഷൻസ്. ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഷോർട്ട് ബുള്ളറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൾച്ചർ, അതേപോലെ തന്നെ പൊളിറ്റിക്സ്, അവിടുത്തെ സോഷ്യൽ രീതികൾ എന്തൊക്കെയാണ്, സോഷ്യോ കൾച്ചർ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ള പോയിൻറ്റ്സ്, അതൊന്ന് ജസ്റ്റ് സെൻറ്റൻസ് ആക്കി കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഹെൽപ്പ് അൺകവർ ആസ്പെക്ട്സ് ഇഗ്നോർഡ് ബൈ ഒഫീഷ്യൽ റെക്കോർഡ്സ്. അതായത് പല ഒഫീഷ്യൽ റെക്കോർഡ്സിലും ഈ യാതന അനുഭവിക്കുന്ന ആൾക്കാരുടെ, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത്, ഇപ്പോൾ പഴയ കാലത്തെ ട്രാവലോഗ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ റെക്കോർഡ്സിൽ ഈ ലോക്കൽ പീപ്പിൾസ് അനുഭവിച്ചിട്ടുള്ള വേദനകളും അല്ലെങ്കിൽ അവർ സഹിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, പറയുന്നുണ്ടാവില്ല. പക്ഷെ അതല്ലാതെ ഈ ഒരു ട്രാവലോഗ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഒഫീഷ്യൽ റെക്കോർഡ്സിനേക്കാളും സത്യങ്ങൾ കുറച്ചുകൂടി, അതായത് ലോക്കൽ പീപ്പിൾസിൻ്റെ ജീവിത രീതികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കുറച്ചുകൂടി അറിയാനായിട്ട് എന്ത് സഹായിക്കും എന്നാണ് പറയണത്, ഓരോരുത്തരുടെയും ട്രാവലോഗ്സ് സഹായിക്കും എന്നാണ് പറയണത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ കുറേ അധികം ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ഉണ്ടാവും. ഇപ്പോൾ ഒരാൾ എഴുതിയിട്ടുള്ള ട്രാവലോഗ് ആയിരിക്കില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഒരാൾ എഴുതുന്ന രീതി ആയിരിക്കില്ല വേറെ ഒരാൾ എഴുതുന്ന രീതി എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഹിസ്റ്റോറിക്കൽ സോഴ്സസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഈ ഒരു ടൈം സ്പെസിഫിക് ആണോ, ഈ ഒരു ടൈം സ്പെസിഫിക് ആണ് എന്നുള്ള കാരണത്താലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹിസ്റ്റോറിക്കൽ സോഴ്സസും കൂടിയും ഉപയോഗിച്ചിട്ട് വേണം ഈ ഒരു ട്രാവലോഗ് എഴുതാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ട്രാവലോഗിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട്, ട്രാവലോഗ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾസിൽ കുറേ അധികം എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ. അതല്ലാതെ ഒരു ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഡൊമിംഗോ ആൻഡ് നൂൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ഇറിഗേഷൻ പ്രോജക്ട്സ് ഓഫ് വിജയനഗര എംപയർ ആൻഡ് വർക്കേഴ്സ് കണ്ടീഷൻ ഹെൽപ്പിംഗ് ഹിസ്റ്റോറിയൻസ് അണ്ടർസ്റ്റാൻഡ് കോമൺ പീപ്പിൾസ് ലൈഫ്സ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം, അതായത് ഇറിഗേഷൻ പ്രോജക്ട്സിൻ്റെ, അതായത് വിജയനഗര എംപയറിലുള്ള ഇറിഗേഷൻ പ്രോജക്ട്സിൻ്റെ സമയത്തുണ്ടായിരുന്ന വർക്കേഴ്സിൻ്റെ കണ്ടീഷൻ, അവരെന്തൊക്കെ അനുഭവിച്ചു, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്തൊക്കെ നേരിടേണ്ടി വന്നു, എന്തൊക്കെ അനുഭവിച്ചു, അവരുടെ ആ ഒരു ഫീലിങ്സ് എന്തായിരുന്നു എന്നുള്ളതും കൂടിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരുന്നു നമ്മുടെ ഡൊമിംഗോ ആൻഡ് നൂനസ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഇറിഗേഷൻ പ്രോജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ആ ഒരു എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ജസ്റ്റ് ഡൊമിംഗോ ആൻഡ് നൂനീസ് എന്ന് എഴുതിയിട്ട് ഇറിഗേഷൻ പ്രോജക്റ്റ് ഓഫ് വിജയനഗര എന്ന് എഴുതി വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ അത് എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം. നിങ്ങളുടെ ഇപ്പോൾ എഴുതുന്ന നോട്ടിൽ നിങ്ങൾ അത് എഴുതി വെച്ചാൽ മതി. എന്നിട്ട് എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കുക, അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി ട്രാവലോഗ്സ് ആൻഡ് ഫിക്സിങ് ദി ബൗണ്ടറീസ് ഓഫ് എംപയേഴ്സ്. ട്രാവലോഗ്സ് ഹെൽപ്പ് അണ്ടർസ്റ്റാൻഡ്, എന്തൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് നമുക്ക് ട്രാവലോഗ്സിലൂടെ. ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ്, വീണ്ടും വീണ്ടും നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സ്ലൈഡിലും അത് ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൾച്ചറുണ്ട്, ആൾക്കാരെ പറ്റിയിട്ട്, ഓരോരുത്തരുടെ പൊളിറ്റിക്സ്, അവിടുത്തെ ആ ഒരു ഏരിയയിലെ പൊളിറ്റിക്സ്, അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടുമുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ട്രാവലോഗ്സ് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു എംപയേഴ്സ് ഉണ്ടാവും, ഓരോ എംപയേഴ്സ് ഉണ്ടാവും. ആ എംപയേഴ്സ് എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ എക്സ്പാൻഷൻ എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഏതൊക്കെ ജോഗ്രഫിക്കൽ ലിമിറ്റ്സ് ഉണ്ട്, അതേപോലെ ടെറിട്ടോറിയൽ ബൗണ്ടറീസ് ഉണ്ട്. ടെറിട്ടോറിയൽ ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ ഒരു ടെറിട്ടറി ഉണ്ടാവും, ആ പല പല ടെറിട്ടറീസ് ഉണ്ടാവും. അപ്പോൾ ഒരു ടെറിട്ടറിയുടെ ബൗണ്ടറീസ് ഏത് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏത് വരെ എക്സ്പാൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും. ഇപ്പോൾ ഒരു രാജ്യമാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലമാണെങ്കിലും അതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടാവും, ജോഗ്രഫിക്കൽ ലിമിറ്റ് ഉണ്ടാവും. ആ ജോഗ്രഫിക്കൽ ലിമിറ്റ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും എന്ത് സഹായിക്കുന്നുണ്ട്, നമ്മുടെ ട്രാവലോഗ്സ് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ എംപയേഴ്സിനും, അപ്പോൾ നിങ്ങൾ എന്ത് കണക്ട് ചെയ്ത് ചോദിക്കുമ്പോഴാണ് ഇത് എഴുതേണ്ടത്, ട്രാവലോഗ്സ് ആൻഡ് ഫിക്സിങ് ദി ബൗണ്ടറീസ് ഓഫ് എംപയേഴ്സ്. എംപയേഴ്സും അതേപോലെ എംപയേഴ്സിൻ്റെ ആ ഒരു ബൗണ്ടറീസ് ഫിക്സ് ചെയ്യുന്നതിലും, അതേപോലെ ട്രാവലോഗ്സിൻ്റെ റോൾ എന്താണ് എന്നുള്ള രീതിക്കുള്ള ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിലാണ് നിങ്ങൾ ഈ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അല്ല മൊത്തത്തിൽ ജനറലായിട്ട് ട്രാവലോഗ്സിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എംപയേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യുക, ഏതൊക്കെ വരെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളതും ഏതൊക്കെ വരെ എക്സ്പാൻഡ് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസും നൽകുന്നുണ്ട് എന്നുള്ള ഒരു ലൈനോ ഒന്നോ രണ്ടോ ലൈനോ എഴുതിയിട്ട് നിങ്ങൾക്ക് നിർത്താം. അതല്ല, എംപയേഴ്സിനെ പറ്റി സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ട്രാവലോഗ്സിലുള്ള ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട പോയിന്റ്സ് ആണ് ഈ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഓരോ എംപയേഴ്സിൻ്റെയും സൈസ് എത്രയാണ്, അല്ലെങ്കിൽ ആ ഒരു റീച്ച് എത്രയാണ്, അവർ എത്ര വരെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്, എത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഹിസ്റ്റോറിയൻസിനെ സഹായിച്ചിട്ടുള്ള ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, ട്രാവലോഗ്സ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇൻസൈറ്റ്സ് ഇൻ ടു ദി കൾച്ചറൽ, പൊളിറ്റിക്കൽ, ജോഗ്രഫിക്കൽ ലാൻഡ്സ്കേപ്പ്, ഇതും നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഏർലി ട്രാവലോഗ്സ് ഓഫൻ റെക്കോർഡഡ് ജേർണീസ് ഓഫ് എക്സ്പ്ലോറേഴ്സ്, എമിസറീസ്, ട്രേഡേഴ്സ്. എക്സ്പ്ലോറേഴ്സും ട്രേഡേഴ്സും നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. എമിസറീസ് എന്നുള്ളത് ഇപ്പോൾ പല രാജ്യത്ത്, ഇപ്പോൾ ഒരു രാജ്യത്തെ ആൾക്കാർ വേറൊരു രാജ്യത്തേക്ക് എന്തെങ്കിലും ഒരു മിഷനായിട്ട് പോണ സമയത്ത് ഈ ഒരു രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും. ആ റെപ്രസെൻറ്റേറ്റീവിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു മെസ്സഞ്ചറിനെയാണ്, അതായത് ഇന്ന മെസ്സേജാണ് അവിടെ നിന്ന് തന്നിരിക്കുന്നത് എന്ന് പറയുന്ന പണ്ട് കാലത്ത് പറയുന്ന രീതിക്കുള്ള ഒരു ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും. ആ റെപ്രസെൻറ്റേറ്റീവിനെയാണ് നമ്മൾ എന്ത് പറയാം, എമിസറീസ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുടെ എല്ലാം ജേർണീസും കൂടിയും റെക്കോർഡ് ചെയ്തിട്ടുള്ളതായിരിക്കും ഈ ഒരു പണ്ടത്തെ ട്രാവലോഗ്സിൻ്റെ ഈ ഒരു ട്രാവലേഴ്സിൻ്റെ ട്രാവലോഗ്സ് എന്ന് പറയണത്. ഓക്കെ, എന്തൊക്കെയാണ് യൂസ് ടു ഡോക്യുമെൻറ്റ് എക്സ്പ്ലോറേഷൻ, ടെറിട്ടോറിയൽ ക്ലെയിംസ്, ട്രേഡ് എക്സ്പാൻഷൻ. അതെ, ട്രേഡ് എന്ന് വെച്ചാൽ എന്താണ്, കച്ചവടം. അപ്പോൾ ഈ കച്ചവടം എത്രത്തോളം എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിക്കാണ് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത് എന്നെല്ലാം അടങ്ങുന്ന രീതിക്കുള്ള ഡോക്യുമെൻറ്റ്സ് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ട്രാവലോഗ്സിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതെല്ലാം ഡോക്യുമെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ട്രാവലോഗ്സ് സഹായിച്ചിട്ടുണ്ട് എന്നുള്ള രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, എന്തൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ലാൻഡ്സ്കേപ്സ്, അതേപോലെ തന്നെ ഫ്ലോറ ആൻഡ് ഫോണ, അല്ലേ, അവിടുത്തെ പ്ലാന്റ്സ് ഏതൊക്കെയാണ്, അനിമൽസ് ഏതൊക്കെയാണ് എന്നുള്ളതെല്ലാം. പിന്നെ അതേപോലെ അവിടെയുള്ള റിസോഴ്സസ്, മെയിനായിട്ടുള്ള റിസോഴ്സസ് ഏതൊക്കെയാണ്. ഇപ്പോൾ ഒരു സ്ഥലം, ഒരു രാജ്യം, ആ രാജ്യത്തുള്ള മെയിനായിട്ടുള്ള റിസോഴ്സസ് ഉണ്ടാവും. മറ്റ് രാജ്യങ്ങളിൽ നിന്നും കുറച്ച് മുന്നിലേക്ക് നിൽക്കുന്ന രീതിക്കുള്ള ആ ഒരു സ്പെസിഫിക് രാജ്യത്തുള്ള റിസോഴ്സസ് ഏതൊക്കെയാണ്, അതേപോലെ റൂട്ട്സ് ഏതൊക്കെയാണ്, അവിടെയുള്ള ആൾക്കാർ എങ്ങനെയാണ്, ഏതാണ്, ഇതെല്ലാം നമുക്ക് എന്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടെന്നാണ് പറയണത്, ട്രാവലോഗ്സിലൂടെ സാധിക്കുന്നുണ്ടെന്നാണ് പറയണത്. Helped cartographers and surveyors
പ്രിപ്പയർ മാപ്സ് ഓഫ് എംപയേഴ്സ്. അതായത് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കാർട്ടോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത് ഈ മാപ്പ് സ്റ്റഡി ചെയ്യാനും അതേപോലെ തന്നെ മാപ്പ് ഉണ്ടാക്കുന്ന ഒരു ആർട്ടാണ് കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർട്ടോഗ്രാഫേഴ്സിൻ്റെ അതേപോലെ തന്നെ സർവേയേഴ്സിനും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മാപ്പൊക്കെ ഓരോ എംപയേഴ്സിൻ്റെ മാപ്പ് മേക്ക് ചെയ്യുന്നതിൽ എന്ത് സഹായിച്ചിട്ടുണ്ട്, ഈ ട്രാവലോഗ്സ് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂണിറ്റ് 1, അതായത് ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 1 കഴിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ഈ പാഠത്തിൽ, ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാനുള്ള കുറേയധികം പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നോട്ട് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ ഒന്നുകൂടിയും ബാക്ക് അടിച്ച് ഏത് ഭാഗത്താണോ ഉള്ളത് ആ ഭാഗത്തൊന്ന് പോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നിങ്ങളത് എഴുതിയെടുക്കുക തന്നെ വേണം. ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോവരുത്. മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എഴുതിയെടുക്കാൻ പറയണത്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണത് ക്ലാസ് കണ്ടിട്ട് എന്നുള്ളതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കമൻസായിട്ട് അറിയിക്കുക. നമ്മളെല്ലാത്തിനും റിപ്ലൈ തരാൻ മാക്സിമം നോക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ലൈക്കും കൂടിയും ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം താങ്ക് യു.